Please describe yourself. That is, what you think about yourself. I work as an engineer and I live in Kochi. My family includes my... I asked you to describe yourself, not introduce yourself. Yeah. Okay, so I'm a very empathetic woman, but I'm very impulsive too. I overshare things a lot, which gives me a lot of troubles. Will you choose one word to describe you? Hopeless. പലപ്പോഴും ആൾക്കാർ അവനവനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, അതും അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസാണ് നമ്മുടെ അടുത്ത് പറയുക. നമ്മൾ ആലോചിക്കണം, നമ്മളെപ്പറ്റി തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് സെൽഫ് ഇമേജ് എന്ന് പറയുക. അപ്പം നമ്മുടെ സെൽഫ് ഇമേജ് എത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ അഫർമേറ്റീവായിട്ട് നമ്മളെപ്പറ്റി പറയുന്ന കാര്യം നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ചേർന്നതാണ് ഒരാളുടെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവനവനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ നമ്മളുടെ പോസിറ്റീവുകളെ പലപ്പോഴും ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് പലരും തിരഞ്ഞെടുക്കാറ്. എന്നാലോ മൈനസ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വളരെയധികം മാക്സിമൈസ് ചെയ്ത് പറയുകയും ചെയ്യും. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ കാര്യത്തിലൊരു ബാലൻസ് കൊണ്ടുവരികയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് വേണ്ടത്ര ഊന്നൽ കൊടുത്ത് സംസാരിക്കുകയും വേണം. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആൻഡ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആശയമാണ്. നമ്മുടെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. നമ്മളുടെ ആക്ഷൻസ് കൊണ്ടും അതിൻ്റെ കോൺസിക്വൻസ് കൊണ്ടും മാത്രം മാറ്റം വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിൽ പലതാകാം. അത് ചിലപ്പോൾ മറ്റാൾക്കാർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാകാം പലരുടെ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് എസ്റ്റീം പല സാഹചര്യങ്ങളിലും ചേഞ്ച് ആവാം. അത് വളരെ ഫ്രജൈലുമാണ്. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ അവനവനെ പറ്റിയുള്ള ആശയം എന്ന് പറയുന്നതിന് ഒരു തികവ് വരുത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓർക്കുക, നമ്മൾ ഹോപ്പ്ഫുള്ളായിട്ട് നമ്മളെപ്പറ്റി സംസാരിക്കുന്നതും ഡൗട്ട്ഫുള്ളായിട്ട് നമ്മളെപ്പറ്റി സംസാരിക്കുന്നതും ഡിഫറെൻറ്റ് ഇമ്പാക്ട്സ് ആണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടാക്കുന്നത്.